മാസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഗം തിരിച്ചെത്തിയിരിക്കുകയാണ്. പുതിയ കളികൾ പഠിക്കാനും ചിലത് പഠിപ്പിക്കാനും. തുടക്ക ദിവസമായിട്ട് സിംഗത്തിന്റെ നേതൃത്വത്തിൽ കളിച്ച ആദ്യത്തെ കളിയാണ് കസേരകളി. എനിക്ക് BJP പോവാൻ CPM-ന്റെ ഷീട്ട് വേണോ, ഞാൻ പണ്ട് ശാഖയ്ക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നുള്ള അഭിമാന കൃതികൾക്ക് ശേഷം സിംഗം അവതരിപ്പിക്കുന്ന അടുത്ത കൃതി ചുമതല കൈമാറ്റം ദുഃഖമാണുണ്ണി, പിടിച്ചു വാങ്ങലല്ലോ സുഖപ്രദം. സിംഗം ഈ സ്ഥാനം തിരിച്ചു കിട്ടിയ വേളയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് കോൺഗ്രസിൽ ആരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല, നമ്മളൊക്കെ ഇവിടെ സന്തോഷത്തോടെ ഹാർമണിയിലാണ് ജീവിക്കണം, നമ്മുടെ ആ ഒരു സഹജീവി സ്നേഹം നിങ്ങളൊക്കെ കണ്ടില്ലേ കൂട്ടുകാരെ എന്നൊക്കെ മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം. സിംഗം നല്ല ശരിക്കും കുറുക്കൻ എന്നാണ് വിളിക്കേണ്ട, കള്ളൻ. അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ, എല്ലാവർക്കും അറിയാം. ജയിച്ചു കഴിഞ്ഞാൽ പരിശോധിക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് കാര്യം ഇത്രയേ ഉള്ളൂ. സിംഗത്തിന്റെ ഡയലോഗടി അതിര് കടന്നപ്പം എന്നാ പിന്നെ ഒരു സീറ്റ് കൊടുത്ത് ഇയാളെ ഡീൽ ചെയ്യാം എന്ന് വിചാരിച്ച് കോൺഗ്രസ് നൈസായിട്ട് പുള്ളിനെ സൈഡാക്കി. തുടക്കത്തിൽ പുള്ളി വിചാരിച്ച് ഞാൻ കിടിലം തന്നെ, KPCC പ്രസിഡന്റ് ആയിട്ടും ഇലക്ഷൻ നിൽക്കാൻ പോലെ ഇവിടെ ഞാൻ തന്നെ വേണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ കളി കാര്യമായെന്ന് മനസ്സിലായി. എങ്ങാനും തോറ്റു കഴിഞ്ഞാൽ അതും ഇല്ല ഇതും ഇല്ല എന്ന അവസ്ഥയാവൂലേ. ഇതാലോചിച്ച് പാനിക്കായിട്ട് പുള്ളി ആകെ കലിപ്പിറക്കി. തിരിച്ചു താടാ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്നുള്ള മൂഡായി. അതിന്റെ ക്ലിയർ എവിഡൻസ് ആണ് ഇന്ന് നടന്ന സ്വീകരണം. ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ഇല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇല്ല, AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇല്ല. VD സതീശൻ എവിടെയെന്ന് ചോദിച്ചപ്പം K സുധാകരൻ ഇങ്ങനൊരു ടോക്കിംഗ്. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ, അത് പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങേര് സകലകല വല്ലഭനാണെന്നൊക്കെ കുറച്ചാൾ മുമ്പ് നടന്ന വേറൊരു പ്രസ് മീറ്റ് ഓർമ്മിപ്പിക്കല്ലേ നിങ്ങൾ. MM ഹസന്റെ അടുത്താണെങ്കിൽ പുള്ളിക്ക് വേറെന്തോ കലിപ്പാണെന്നാണ് തോന്നുന്നത്. ഓൾറെഡി അങ്ങേര് ഈ പരിപാടിക്ക് വന്നിട്ടില്ല. ഏത് ആക്ടിംഗ് പ്രസിഡന്റ്, ശരിക്കുള്ള പ്രസിഡന്റിന് ചുമതല കൈമാറുന്ന പരിപാടിക്ക് ആക്ടിംഗ് പ്രസിഡന്റ് ഇല്ല. പോരാഞ്ഞിട്ട് സിംഗം വന്നപ്പോ തന്നെ MM ഹസൻ അടുക്കി പെറുക്കിയിട്ടിരുന്ന കസേരയൊക്കെ മാറ്റി അയാളുടെ രീതി വേറെ രീതിക്ക് അടുക്കി പെറുക്കിയിട്ട് അങ്ങേരിട്ട കസേര പോലും ഇവിടെ വേണ്ടെന്നൊക്കെ ഉള്ളത്. അത് ഓരോരാളുടെ താല്പര്യം. 2 ദിവസം താമസിക്കുന്നെങ്കിൽ അവരവരുടെ വിശ്വാസപ്രകാരം എന്താ പറയാ വാസ് നോക്കി ചൊക്കി ആളുകൾ എടുക്കും. ഞാൻ വരുന്നതിന് മുമ്പ് ഇതിങ്ങനെ തന്നെയായിരുന്നു, ഞാനാണത് മാറ്റിയത്. എനിക്ക് തോന്നി മറ്റേതാ ശരിയില്ല, പറഞ്ഞ് മനസ്സിലായി. മുല്ലപ്പള്ളി അല്ല ആശയ തോന്നി ഇതാ ശരിയില്ല, ഇപ്പൊ എനിക്ക് തോന്നി മറ്റേതാ ശരിയില്ല, ഞാനത് മാറ്റും. ഐശ്വരി വാസ്തു പ്രശ്നം കൊണ്ടാണല്ലേ. അപ്പൊ പിന്നെ MM ഹസൻ വരാത്തത് രാഹുകാലം കഴിയാത്തോണ്ടായിരിക്കും. വെരി സ്പിരിച്വൽ പീപ്പിൾ. എന്തായാലും സിംഗത്തിന്റെ കംബാക്ക് ആയതുകൊണ്ട് ഈ നേതാക്കളെയൊക്കെ തമ്മിൽ പ്രഥമ ദൃഷ്ട്യാ ഭയങ്കര സ്നേഹത്തിനാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് കൊണ്ട് ഇനി ഇവരെ പരിപാടികളൊക്കെ വേറെ ലെവലായിരിക്കും. അടുത്ത പ്രസ് മീറ്റൊക്കെ എന്നാണോ എന്തോ.